മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പുതിയ ഒരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ആഴ്ചയിലെ നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും പ്രയത്നങ്ങളിലും ഈശോയുടെ സംരക്ഷണവും സഹായവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 11 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ധൂർത്തപുത്രന്റെ ഉപമയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുക. ധൂർത്തപുത്രൻ പിതാവിന്റെ അരികിലേക്ക് കടന്നു വന്ന് തനിക്ക് അവകാശമായതെല്ലാം വാങ്ങി ദൂരദേശത്തേക്ക് പോയി ലഭിച്ചതെല്ലാം ധൂർത്തടിച്ച് നശിപ്പിച്ച് കളയുകയാണ്. അവസാനം ഇവനൊന്നുമില്ലാതാവുന്നു. പന്നിക്കുട്ടി ജോലിയെടുക്കുക ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി. അവിടെ ഒന്നും കിട്ടാതെ അവന്റെ ജീവിതം ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക്, പന്നി കഴിക്കുന്നെങ്കിലും കഴിക്കാനായിട്ടുള്ള ഒരു ചിന്ത അവനിലേക്ക് കടന്നു വരിക. ഒരു മനുഷ്യന്റെ അധപതനത്തിന്റെ അങ്ങേയറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ദൈവ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചതിന് ശേഷം ആ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം തരാത്തായിട്ട് എന്താ നമ്മുടെ ജീവിതത്തിലുള്ളത്? ദൈവം തരാത്തോട്ടൊന്നുമില്ല. എപ്പോഴും ദൈവത്തെ ഓർത്താണ് നീ ജീവിക്കുന്നത്. ദൈവത്തെ മറന്ന്, ദൈവ വഴികളിൽ നിന്ന് മറന്ന് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ജീവിക്കാറില്ലേ? നിന്റെ വഴികളിലൂടെ നീ നടക്കാറില്ലേ? തോന്നിവാസം അനുസരിച്ച് ജീവിക്കാറില്ലേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരിച്ചറിഞ്ഞുകൊള്ളുക. ദൈവത്തിന്റെ പക്കൽ നിന്ന് അനുഗ്രഹം ഏറ്റുവാങ്ങി നമ്മുടെ തോന്നിവാസത്തിനനുസരിച്ച് നമ്മൾ നടന്നാല് ജീവിതത്തിൽ വലിയ തകർച്ചകളുണ്ട്. പാപത്തിന് അടിമപ്പെട്ടാല് ആ അവസ്ഥ പന്നിക്കൂട്ടിപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണെന്ന് നമ്മൾ പോകരുത്. പന്നി തിന്നുന്നതെങ്കിലും തിന്നാനുള്ള ദാഹമുണ്ടാകുന്ന അവസ്ഥയാണ് പാപത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അത്രമാത്രം അധപ്പതിച്ച ഒരവസ്ഥയാണ് പാപത്തിന്റെ അവസ്ഥ. പാപത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ ചിന്തിച്ചുകൊള്ളുക, തിരിച്ചറിഞ്ഞുകൊള്ളുക. നിന്റെ ജീവിതം അത്രമാത്രം അധപ്പതിച്ച ഒരു ജീവിതമാണ്. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോ അവന് പശ്ചാത്താപം ഉണ്ടായി. എന്റെ പിതാവിന്റെ സന്നിധിയിൽ എത്രയോ സുഖമായിരുന്നു. ഓർക്കുക, പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് അവൻ ഓർത്ത് പിതാവിന്റെ അരികിലേക്ക് മടങ്ങി വരാനായിട്ട് അവൻ പരിശ്രമിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, പശ്ചാത്താപം ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു പോയ പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ചാല്, കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാൻ തയ്യാറായാല്, നീ ഇപ്പോഴുള്ള അവസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് വിടുതൽ നേടാനായിട്ട് നീ ആഗ്രഹിച്ച ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള കാര്യം മറന്നുപോയേക്കരുത്. പശ്ചാത്തപിക്കണം. ചെയ്തുപോയ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന ഒരു ഹൃദയം നിന്നിൽ നീ രൂപപ്പെടുത്തണം. തീരുമാനിച്ച് ഈശോ പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് അവൻ ഓർക്കുമ്പോൾ പിതാവിന്റെ അരികിലേക്ക് കടന്നു വരിക. പിതാവ് അവനെ സ്നേഹത്തോടെ സ്വീകരിക്കുക. പരിധികളില്ലാത്ത സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പാപത്തിലൂടെ നീ കടന്നുപോയാൽ, ഏതെല്ലാം അവസ്ഥകളിലൂടെ നീ കടന്നുപോയാൽ, നിന്നെ ഉപേക്ഷിക്കാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണ് നിന്റെ ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ ധൂർത്തപുത്രന്റെ അപ്പൻ അവന് വേണ്ടി കാത്തിരുന്നു. അതുകൊണ്ടാണ് കണ്ടപ്പോഴേ ചെന്ന് ചേർത്ത് പിടിക്കുന്നത്. അവന് വേണ്ടി കാത്തിരിക്കുക. ഇതുപോലെ നിനക്ക് വേണ്ടി നിന്റെ ദൈവം കാത്തിരിക്കുന്നുണ്ട് എന്ന് നീ മറന്നുപോയി. ഇന്ന് നീ പാപത്തിൽ കിടക്കുകയാണെങ്കിലും നീ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയിൽ നിന്റെ ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുക. പരിധികളില്ലാതെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹം. ആ സ്നേഹത്തെ മറന്ന് നീ പോകരുത്. പിതാവ് ഇവൻ വന്നപ്പോ അവനെ സ്നേഹിച്ചു, വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്ന സഹോദരൻ അസൂയ ഒന്നുക. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മളൊക്കെ പറയും, ഞാൻ എന്തുമാത്രം വിശുദ്ധിയിലാണ് ജീവിക്കുന്നത്, എന്തോരം നന്മ ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്കൊരു ഉയർച്ചയില്ല. പക്ഷെ സകല തിന്മയും കാണിച്ചുകൊണ്ട് നടക്കുന്നവനൊക്കെ ഉയർച്ചയുണ്ടെന്ന് പറയാറുണ്ട്. അസൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും അസൂയപ്പെടേണ്ടതേ. ഓരോരുത്തർക്കും തക്ക പ്രതിഫലം കൊടുക്കുന്ന ആരാ? ദൈവമാണ്. നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തോട് നമുക്ക് വിശ്വസ്തയോടെ ജീവിക്കാം. അവരുടെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കണ്ട, അത് ദൈവം നോക്കിക്കൊള്ളും. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തെയും ഈ ആഴ്ചയെയും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഈ ആഴ്ചത്തെ എല്ലാ കാര്യങ്ങളെയും ആശീർവദിക്കണമേ. എല്ലാ തടസ്സങ്ങളും അകറ്റണമേ. രോഗങ്ങൾ അകറ്റണമേ. ബന്ധനങ്ങൾ, ആപത്തുകൾ, അപകടങ്ങൾ
പിശാചിന്റെ പ്രവർത്തനങ്ങൾ, പൈശാചിക ശക്തിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ദൂരെ അകറ്റണമേ, നിർവീര്യമാക്കണമേ ഈശോയെ. ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ, ഇവരെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.